രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി രീതിയിലുള്ള 4 തരത്തിലുള്ള ഇഡലിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. 2 തരത്തിൽ ലീവ്സ് ഇട്ട് ഇലവർഗമായ മുരിങ്ങയില, ചായ മൻസ, പിന്നെ വെജിറ്റബിൾസ് ആയ ക്യാരറ്റ്, ബീട്രൂട്ട്, ഈ 4 തരത്തിലുള്ള ഐറ്റങ്ങളിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇഡലി ഉണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങയില ഒടിച്ചെടുക്കുവാണ് ആദ്യമേ തന്നെ. ഞങ്ങളുടെ ഈ അയലോക്കത്ത് മൊത്തം മുരിങ്ങയാണ്, ചുറ്റിനും മുരിങ്ങയുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മുരിങ്ങയിലയ്ക്ക് ക്ഷാമമില്ല. മുരിങ്ങയിലയ്ക്കും മുരിങ്ങക്കായ്ക്കും ക്ഷാമമില്ലാത്ത വാർഡാണിത്. നമ്മുടെ ചായ മൻസയുടെ ഇല ഒടിച്ചെടുക്കുവാണ്. മഴ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല എല്ലാത്തരം വെള്ളമായിരുന്നു. ഈ ചായ മൻസയുടെ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ ഞാൻ പെട്ടെന്ന് കഴുകിക്കൊണ്ട് വരും. നമുക്ക് നല്ല തളിര് മുരിങ്ങയിലയാണ്, അത് അടർത്തിയെടുക്കുകയാണ് രണ്ടാമത്തെ ഇഡലിക്ക്. ആദ്യത്തെ ഇഡലി ചായ മൻസയുടെ ഇല വെച്ചുള്ള ഇഡലിയാണ്. ഇത് മുരിങ്ങയില, നല്ല തളിര് മുരിങ്ങയില. അപ്പം ഇലകൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഇലകൾ ചേർക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് നമ്മുടെ ഈ കഴിക്കുന്ന അന്നനാളത്തിൽ കൂടെ ഒരു ചൂലിൻ്റെ പ്രവൃത്തിയാണ് ഇലവർഗമൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഇഡലികൾ. എന്നും ഇഡലി കൊണ്ട് നമ്മൾ കൊച്ചു പിള്ളേർക്ക് കൊടുക്കുമ്പം അവർക്കെന്നും ഒരേ ഒരു ടേസ്റ്റും ഒരേ ഒരു നിറവും എല്ലാം ഒന്ന് തന്നെ ആയതുകൊണ്ട് അവർക്ക് ഇപ്പം താല്പര്യം വരത്തില്ല. അതൊന്ന് കുട്ടികളെ ഇഷ്ടപ്പെടുത്താനായിട്ട് വളരെ പോഷകമായ രീതിയിൽ അത് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതെല്ലാ വീടുകളിലും എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. യാതൊരു പണം മുടക്കുമില്ല. നമുക്ക് ഇഡലി സാധാരണ എല്ലാ വീടുകളിലും ഇഡലി ഉണ്ടാക്കുന്നതാണ്. ആ സമയത്ത് അതിൻ്റെ അകത്ത് ഇച്ചിരി ഈ മാവ്, ഇഡലി മാവിൻ്റെ അകത്തോട്ട് ഈ സാധനങ്ങൾ ഏതാണോ ഇടുന്നത് അതുണ്ട് ഒന്ന് ഇട്ടുണ്ടാക്കിയാൽ മതി. ഇല ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഒരേപോലത്തെ 4 ബൗളിലോട്ട് മാവെടുത്തിട്ട് 4 സൈസിലുള്ള 2 സൈസിലുള്ള ഇലയും 2 സൈസിലുള്ള വെജിറ്റബിളും ഇട്ടാണ് നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കാണ് ഏറ്റവും താല്പര്യം. കുട്ടികൾക്ക് ഇഡലി കഴിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ഇത് കഴിക്കും. ഞങ്ങൾ ഉപ്പുമാവൊക്കെ വെറൈറ്റി ആയിട്ട് ഉപ്പുമാവുകളൊക്കെ ഓട്സ് വെച്ച്, ഇഡലി വെച്ച്, പല സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതിനൊക്കെ നല്ലൊരു ഫീഡ്ബാക്കാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ നല്ലൊരു നമുക്ക് നല്ലപോലെ കമൻറ്റുകളും ഒക്കെ പ്രതീക്ഷിക്കും. ഇതുകൂടാതെ നമ്മുടെ ഈ ഇലവർഗമായ ചുമന്ന ചീര, പച്ചച്ചീര, ഏത് ചീരവർഗമായ ഇലകളും ഇട്ടിത് ഉണ്ടാക്കാവുന്നതാണ്. ഞങ്ങളുടെ നേരത്തെ താമസിച്ച അയൽവക്കത്തുള്ളൊരു കൃഷിക്കാരനായ ഒരു പ്രായമുള്ളൊരു ചേട്ടൻ, ഗംഗച്ചേട്ടൻ എന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് കൃഷിക്കൊക്കെ അവാർഡ്, കൃഷിപരമായ കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. ക്യാഷ് അവാർഡ് എല്ലാം കിട്ടിയിട്ടുള്ള ആളാണ്. ആ ചേട്ടൻ പറഞ്ഞു തന്ന ഒരു അറിവിലൂടെയാണ് ഞങ്ങളിത് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇന്നലെ നല്ല മഴ പെയ്ത് കാണുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇന്നലെ സന്ധ്യ തൊട്ട് ഭയങ്കര ഇടിയും വെട്ടിയുള്ള മഴയായിരുന്നു. കറണ്ടും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇൻവെർട്ടറിൻ്റെ ചാർജ് പോലും ഞങ്ങൾക്ക് പോയി. ഇപ്പം ജനറേറ്ററിലാണ് ഞങ്ങൾ വെളുപ്പിനെ ഇഡലിയുടെ ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടാക്കി കൊടുത്തത്.
ബീട്രൂട്ടും കൂടെ ഒരു ഇതിൻ്റെ പകുതി മതി കേട്ടോ. ക്യാരറ്റ് ഞാൻ ഒരു പകുതിയേ എടുത്തിട്ടുള്ളൂ. ഐറ്റങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മുരിങ്ങയില, ചായ മനസ്സാടെ ഇല, ക്യാരറ്റ്, ബീട്രൂട്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് 4 ബൗളിലോട്ടും കൂടെ മാവ് ഒഴിച്ചു കൊടുക്കുവാണ്. നിങ്ങളിങ്ങനെ ഇഡലി മാവൊക്കെ അരച്ച് വെച്ച് തലേന്ന് അരച്ച് വെച്ച് കഴിയുമ്പോൾ രാവിലെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള ഇഡലികളൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ കഴിക്കാത്ത പിള്ളേരുടെ കഴിച്ചു. ചായ മനസ്സാടെ ഇലക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ക്യാരറ്റിനകത്തോട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വെജിറ്റബിൾ ആണേലും ഇലയാണേലും കൂടുതൽ അളവിലിടുന്ന നല്ലത്. മാവിൻ്റെ തുല്യമായിട്ട് ഇത് ഇല കൂടെ ഉണ്ടെങ്കിൽ നല്ല ഒരു അത് ഉപ്പും ഒക്കെ ചേർത്ത മാവാണ്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ 4 തട്ടിലും ക്യാരറ്റിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബീട്രൂട്ടിൻ്റെ നല്ല കളർഫുള്ളാണ് കേട്ടോ. നമ്മളത് ഇളക്കുമ്പം തന്നെ അറിയാം. അങ്ങനെ നല്ല വൈലറ്റ് കളറ് ഇളകി വരുന്നുണ്ട്. ഇത് നല്ല പോഷക ഗുണവും എല്ലാം ഉള്ള ഐറ്റങ്ങളാണ് ഞാൻ 4 എണ്ണത്തിലും ഉപയോഗിച്ചേക്കുന്നത്. ബീട്രൂട്ട് ദോശ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളുടെ ലൈവ് പരിപാടിയിൽ ബീട്രൂട്ട് ദോശ, ചിക്കൻ ദോശ, പല വെറൈറ്റി ദോശകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആയിരിക്കും നല്ല പോഷക ഗുണം ഉള്ള ക്യാരറ്റ് ദോശയാണ്. അതിൻ്റെ ചുറ്റും അടുത്ത വിളിച്ചുകൂടി ക്യാരറ്റ് ദോശ, ക്യാരറ്റ്. അടുത്ത എന്താ? ബീട്രൂട്ട്. അടുത്ത ബീട്രൂട്ട്. എന്നിട്ട് ഞാൻ ചായ മനസ്സയുടെ ഇല വെച്ചുള്ള ദോശയാണ്. മുരിങ്ങയില 4 ദോശ എല്ലാം ഇഡലിയാണ് കേട്ടോ. ചെടിപ്പച്ച കാണും. 4 ഐറ്റം ഒഴിച്ചു കഴിഞ്ഞു. 4 ഐറ്റം നമ്മൾ ഒരു വലിയ തട്ടയിലോട്ട് റെഡിയാക്കി ഒഴിച്ച്. അപ്പച്ചെമ്പിൻ്റെ അകത്ത് വെള്ളം തിളക്കി കിടക്കാണ്. അതിൻ്റെ മുകളിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ചു. ഇനി ഒരല്പം കൂടെ മിച്ചമുണ്ട്, അതും കൂടെ നമുക്ക് ഒഴിക്കാം. ക്യാരറ്റിൻ്റെ മാവ് ഒഴിക്കുവാണ്. എല്ലാവരും വീട്ടില് ഈ ചാനൽ കാണുക മാത്രമല്ല, ഈ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും കൂടെ വേണം. വലിയ മുതൽ മുടക്കൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റങ്ങളാണ് ഈ മുരിങ്ങയില. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാമല്ലോ. രണ്ടാമത്തെ തട്ട് നമ്മളെല്ലാം കൂടെ 40 ഇഡലിയുണ്ട്. എല്ലാം കൂടെ 4 സൈസിൽ 20 മിനിറ്റ് ുള്ള ചമ്മന്തി കൂടെ റെഡിയാക്കി എടുക്കാം. സാമ്പാർ ഓൾറെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നുണ്ട്, നേരത്തെ ആയി കഴിഞ്ഞു. ചമ്മന്തിക്ക് അടുപ്പ വെച്ച് കടുകിട്ട് പൊട്ടുന്നു.
അരിഞ്ഞ ചെറിയ ഉള്ളി, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ജനറേറ്റർ ഇല്ലാതെ, കറണ്ട് ഇല്ലാത്ത സമയത്തൊന്നും പണി ഓടത്തേ ഇല്ല. ഇച്ചിരി വെള്ളം ചമ്മന്തി കൂടെ ഞാൻ കട്ടിക്കാണ് ഉണ്ടാക്കുന്നത്. ചമ്മന്തി കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡിയായിരുന്നു. നമ്മളെ ഇതിൽ എന്തോന്നോ സൂപ്പറായിട്ട് സ്റ്റൗ ഓഫാക്കാണ്. നമുക്കിത് എടുത്ത് തണുപ്പിക്കാം. എല്ലാ ഇഡലികളും നല്ല സൂപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ട്. എടുക്കണ്ട, ഇങ്ങനെ എടുത്ത് ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചായ മനസ ഇഡലി, ബീട്രൂട്ട് ക്യാരറ്റ് ഇഡലി, ബീട്രൂട്ട് ഇഡലി, മുരിങ്ങയില വെച്ചുള്ള ഇഡലി, ഏത്തപ്പഴം പുഴുങ്ങിയത്, ചായ, ചമ്മന്തി, സാമ്പാർ. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എങ്ങനെയുണ്ടെന്ന് ഫീലിംഗ് അറിയിക്കണം. അടുത്ത ഒരു ഉഗ്രം വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. നമ്മുടെ 4 സൈസിലുള്ള ഇഡലി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ബീട്രൂട്ട്, ക്യാരറ്റ്, മുരിങ്ങയില, ചായ മനസ, ഏത്തപ്പഴം മുരിങ്ങിയത്, സാമ്പാർ, ചമ്മന്തി. കൂട്ടുകാരെ, നിങ്ങൾ കഴിച്ചു നോക്കിക്കോ. രാവിലെ കഴിച്ചോ.